flesh and blood cannot inherit the kingdom of God. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയത്തില്ല. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഭയം തോന്നും. സത്യം പറഞ്ഞാൽ നമ്മൾ എന്തോ നീ കാണിക്കുന്നതെന്ന്. ഭൂമിയിൽ ദൈവം പറയുന്നുണ്ട്, ഞാൻ ആത്മാവെന്ന്. ദൈവം ആത്മാവാകുന്നു. ദൈവത്തിനെ ആരാധിക്കേണ്ടിയവൻ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. അപ്പം ദൈവത്തിനെ ആരാധിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അവനെ ആത്മാവാകുന്ന ദൈവത്തിനെ ജഡത്തിൽ ആരാധിക്കാൻ ഒക്കത്തില്ല. പിന്നെന്തോ നമ്മൾ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആത്മാവ് ജീവിച്ചു കഴിയുമ്പോൾ ആത്മാവ് പറയുന്നത് പോലെ ജഡമനുസരിക്കും. അവിടെയാണ് ദൈവത്തിൻ്റെ ജീവിതം നമ്മൾ ദൈവത്തിന് വേണ്ടി അല്ലെ ദൈവമായിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത്. അതുവരെ നമ്മൾ ദൈവത്തെക്കുറിച്ച് കേട്ട് പരിചയമേ ഉള്ളൂ. കുറച്ചൊക്കെ ചെയ്യുന്നെന്ന് പറയാൻ നമുക്ക് തോന്നുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ എൻ്റെ ജഡത്തിനെയാണ് ഇല്ലാതാക്കുന്നത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ, ദൈവം ആദ്യമേ നമുക്കൊരു ശരീരം തന്നിട്ട് അതിനെ അങ്ങനെയാണല്ലോ ശരീരം ആദ്യം സൃഷ്ടിച്ച് മണ്ണിൽ നിന്ന് മനുഷ്യനെ ഈ ഉൽപ്പത്തി 2-ാം അധ്യായം മനുഷ്യനെക്കുറിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. മണ്ണിൽ നിന്ന് അല്ലെ ഡസ്റ്റിൽ നിന്ന് അല്ലെ പൂഴിയിൽ നിന്ന് മനുഷ്യനെ തൻ്റെ വിരലുകൊണ്ട് സൃഷ്ടിച്ച്, ബാക്കിയുള്ളതെല്ലാം വാഗൊണ്ട് പറഞ്ഞു സൃഷ്ടിച്ചത്, മനുഷ്യനെ മാത്രമേ ഉള്ളൂ വിരലുകൊണ്ട് സൃഷ്ടിച്ച് തൻ്റെ സ്വരൂപത്തിലേക്ക് കിടക്കുന്ന ഒരു ശരീരമാണ് അവിടെ. ആ ശരീരത്തിന് ജീവനില്ല, അതവിടെ കിടക്കുകയാണ്. ഏതെന്താണ് ദൈവം തൻ്റെ ശ്വാസമൂതിയപ്പോൾ അവനൊരു ജീവനുള്ള ദേഹിയായി മാറി. അപ്പോൾ ജീവനുള്ള ദേഹിയായപ്പോൾ സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു പകർപ്പായിട്ടാണ് ഈ ആദത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആദ്യം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രകാശം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം ആദത്തിനുണ്ട്. കാരണം എൻ്റെ രൂപം അല്ല എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളത്, ശരിയല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ രൂപം, അപ്പോൾ ദൈവത്തിന് ചുറ്റും നിൽക്കുന്നത് അവൻ്റെ ഗ്ലോറിയാണ്, മഹത്വം. അപ്പോൾ ആദത്തിൻ്റെ ശരീരമകത്ത് ചുറ്റും ഗ്ലോറി നിൽക്കുകയാണ്. ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. അതായത് ശരീരം ആദത്തിൻ്റേത് ഇപ്പോൾ കിടക്കുന്നു. ദൈവത്തിൻ്റെ ശ്വാസം ഊതിയപ്പോൾ ജീവനുള്ള ദേഹിയായപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പകർന്നപ്പോൾ ദൈവത്തിൻ്റെ സെയിം നേച്ചർ ഇദ്ദേഹത്തിന് വരികയാണ്, ആദത്തിന് വരികയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നേച്ചർ ഗ്ലോറി പുറത്തുണ്ട്. ദൈവം ഗ്ലോറിയസ് ആണ്. പിതാവിനെ നോക്കുമ്പോൾ ആരും മുഖം കാണുന്നില്ല. യേശു പറയുന്നുണ്ട്, പിതാവിനെ ആരും കണ്ടിട്ടില്ലല്ലോ എന്ന്. ബിക്കോസ് വി കനോട്ട് ഫാദം ദ സ്പിരിറ്റ് റെലം. അപ്പം ഈ ഗ്ലോറി നമുക്ക് ചുറ്റും ആദത്തിന് ചുറ്റും നിൽക്കുന്നതിനാൽ ആദത്തിന് പ്രത്യേക വേറെ വസ്ത്രമൊന്നും ഉടുക്കേണ്ടതായിട്ട് പറയുന്നില്ല. ആദത്തിന് നഗ്നനായിട്ട് തോന്നിയില്ല. കാരണം ബിക്കോസ് യു ആർ കവേർഡ് ഇൻ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. എന്നാൽ പാപം ചെയ്തപ്പോൾ ഈ ഗ്ലോറി, ഈ ആത്മാവ് മരിച്ചപ്പം ഈ ഗ്ലോറി ഇങ്ങനെ നമ്മുടെ ദേഹത്തു നിന്ന് ഇപ്പോഴോ നിങ്ങൾ താഴോട്ടങ്ങ് വീഴുക, പോയി നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയപ്പോൾ നമ്മൾ നേക്കഡായി. ബിക്കോസ് എന്നെ കവർ ചെയ്തിരുന്നതായ ആ മഹത്വം അങ്ങ് മാറിപ്പോയി. അപ്പോൾ നമ്മുടെ വസ്ത്രം പെട്ടെന്ന് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അറിയാതെ താഴോട്ട് വണ്ണം കുറയുമ്പം പെട്ടെന്ന് ഇട്ടിട്ട് താഴോട്ട് പോകും. നമ്മൾ അറിയത്തില്ല, ഇത് നമ്മൾ പെട്ടെന്ന് വി ഫീൽ ദാറ്റ് വി ആർ നേക്കഡ്. അത് തന്നെയാണ് ഈ ഗ്ലോറി നമ്മുടെ ദേഹത്ത് ചുറ്റുപാട് നിന്ന് ദൈവത്തിൻ്റെ ഗ്ലോറി മാറിയപ്പോൾ ആദത്തിന് മനസ്സിലായി അവൻ നേക്കഡാണെന്ന്. അപ്പോഴാണ് ഫിഗിൻ്റെ അല്ലെങ്കിൽ അത്തിയുടെ ഇല കൊണ്ട് മൂടാൻ നോക്കുന്നു. പിന്നെ ദൈവം ആടിനെ കൊന്നിട്ട് ആടിൻ്റെ സ്കിന്ന്, അതാണല്ലോ ആദ്യത്തെ രക്തച്ചൊരിച്ചിൽ, ആടിൻ്റെ സ്കിന്ന് കൊണ്ട് ഒരു വസ്ത്രം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതെല്ലാം നഗ്നത മറയ്ക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് നഗ്നത മറയ്ക്കേണ്ട ആവശ്യം വന്നത്? ഗ്ലോറി പോയതുകൊണ്ടാണ്. നമ്മൾ പിതാവാം ദൈവത്തിന് മുമ്പ് നിൽക്കുകയാണെങ്കിൽ പിതാവ് ഏത് വസ്ത്രം എടുത്തെന്ന് നമുക്കറിയത്തില്ല. പുത്രനടുത്ത് നിൽക്കുകയാണെങ്കിൽ ഏത് വസ്ത്രം, കാരണം അതുപോലെ ആ തേജസ് ഇങ്ങനെ കവർ ചെയ്തിരിക്കുക. അതുകൊണ്ടാണ് ഇത് ഗ്ലോറി ക്ലൗഡ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ മേൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ രൂപമൊന്നുമല്ല ആളുകൾ കാണുന്നത്, നമ്മൾ പ്രസരിക്കുന്ന ആ ശക്തിയാണ് അവർ കാണുന്നത്. ആ ആത്മാവിൻ്റെ വചനത്തിൻ്റെ തീയാണ് വന്ന് കൊള്ളുന്നത്. അത് ആര് പറയുന്നു എന്നല്ല, ഏത് ആത്മാവിൽ പറയുന്നു എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിൽ പറയുകയാണ്, അതിന് വലിയ ശക്തിയാണ്. നമ്മളത് മനസ്സിലാക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ 63-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. കേൾക്കണേ, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല.
ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. അതൊരു സങ്കടം. ഇത് കർത്താവ് പറഞ്ഞു, ഞാൻ പറയുന്നത് ആത്മാവ്. ഇത് കർത്താവ് പറയുന്നത്, എങ്കിലും വിശ്വസിക്കാത്തത് നിങ്ങളുടെ ഇടയിലുണ്ടെന്ന്. ഞാനും അത് തന്നെയാണ് പറയുന്നത്. നമ്മൾ ഈ വചനം ഭക്ഷണമായിട്ടാണ് നമ്മൾ കഴിക്കുന്നത് എങ്കിൽ, വചനം കഴിക്കുന്ന ഭക്ഷണമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, കൂടുതൽ വചനം വായിക്കുന്നവന് അകത്തൊരു ബലമുണ്ട്. നമ്മൾ ചില സഭാ അംഗങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം അത് പഠിത്തമൊന്നുമല്ല, അവർക്ക് സാധാരണക്കാരിൽ നിന്ന് വേറൊരു പ്രാർത്ഥന അവരുടെ ഉള്ളിൽ നിന്ന് വരും. നമുക്കറിയാം ഏതോ ഒരു ഉൾശക്തി ഉണ്ടെന്ന്. അതുതന്നെ ഇവിടെ ദൈവം പറയുന്നത്. നമ്മൾ ജഡത്തിൽ കിടന്ന് എന്ത് കാണിക്കുന്നതും ആത്മാവിനെ ഹനിക്കുകയാണ്, ആത്മാവിനെ താഴ്ത്തുകയാണ്. അങ്ങനെയുള്ള പലരും നമ്മുടെ ഈ മെയിൻ ലൈൻ ചർച്ചിലൊക്കെ ബേസിക്കലി ആ ഒരു തലത്തിൽ നിന്ന് നമുക്കങ്ങോട്ട് മാറാൻ വലിയ പ്രയാസമുണ്ട്. ജീവിപ്പിക്കുന്നത് ആത്മാവാണ്, മാംസം ഒന്നിനും. ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ മാംസം ഒന്നിനും ഉപകരിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞാൽ നമുക്കെങ്ങനെ മനസ്സിലാകും? ഇത് മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. യേശുവാണ് പറയുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവൻ. ഞാൻ പറയുന്ന വചനമാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടത്തിൽ ഒരു സ്ത്രീ എപ്പോഴും പറയും, രാവിലെ ഒരു പ്രാർത്ഥന, അത് കഴിയുമ്പോൾ വിമലാൻ്റെയുടെ ഒരു വചനം കേൾക്കും, പിന്നെ അല്പനേരം ദൈവത്തോടിരിക്കും, അത് കഴിയുമ്പോൾ എൻ്റെ ആ ദിവസത്തെ ഭക്ഷണം എനിക്ക്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് ഓർത്ത് കേട്ട് മെഡിറ്റേറ്റ് ചെയ്യും. ഇറ്റ് റിയലി ടച്ച് മീ. കാരണം നമ്മൾ ഈ അയക്കുന്ന വചനം ആത്മാവിൻ്റെ വചനം, ആത്മാവിലാണ് പറയുന്നത്. അത് നമ്മളെ പുഷ്ടിപ്പെടുത്തും, അത് നമ്മുടെ ഭക്ഷണം. പിന്നെ നമുക്ക് ജീവിതത്തിൽ അന്നുള്ള ജോലി ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് ബലം വേണമല്ലോ, അതിന് നമ്മൾ കുറച്ച് ഭക്ഷണം കഴിക്കണം. ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കുന്നതും ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ശരീരത്തിനെ പോഷിപ്പിക്കുന്നതും രണ്ടാണ് നമ്മൾ ദൈവത്തിന്. നമ്മൾ ഇയ്യോബിൻ്റെ ബുക്കിനകത്ത് ഞാൻ പറയുന്നത്, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയത്തില്ല, മാംസം ഒന്നിനും കൊള്ളത്തില്ല എന്ന് ദൈവം പറഞ്ഞെങ്കിൽ, ഈ ആത്മാവിൻ്റെ തലത്തിലോട്ട് കയറി ചെല്ലുമ്പം നമ്മൾ ഈ ജഡവസ്ത്രവും ജഡശരീരവും കൊണ്ട് കയറി ചെന്ന് അവിടെ ചെല്ലുമോ? നമ്മുടെ ഈ വലിയ ചില കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഒത്തിരി ഉയർച്ചയിലുള്ള വലിയ ലക്ഷൂറിയസ് ആയിട്ടുള്ള വിവാഹം നടത്തുമ്പോൾ നമ്മൾ അതിന് യോജിച്ച ഡ്രസ്സിട്ടല്ല ചെല്ലുന്നത്, നമുക്ക് കയറി ചെല്ലാൻ ഒരു പ്രയാസം തോന്നും മനുഷ്യർക്ക്. അതുപോലെ ആത്മാവാകുന്ന ദൈവമക്കളെല്ലാവരും സ്വർഗത്തിലിരിക്കുമ്പം ഈ ജഡശരീരം കൊണ്ട് കയറി ചെന്നാൽ അവിടെ ഒന്നും കയറ്റത്തില്ല, കയറാനും ഒക്കത്തില്ല. ഈ ഭൂമിയിൽ ചെയ്യുന്ന പ്രവൃത്തികൾ ആത്മാവിൽ ചെയ്തെടുക്കാൻ, എടുപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. മാംസരക്തങ്ങൾക്ക് ജൈവരാജ്യം അവകാശമാക്കാനൊക്കത്തില്ല. അപ്പോൾ എത്രയും വേഗം ജഡത്തിൽ നിന്ന് ആത്മാവിലാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി, ബാക്കി ദൈവം ചെയ്തോളും. കർത്താവ് ഈ സത്യം എന്നെ മനസ്സിലാക്കി. യോബിൻ്റെതിനകത്ത് 19:9 വാക്യം, തേജസ്സിൻ്റെ വസ്ത്രം ഉരിഞ്ഞു പോകരുത്. യോബിൻ്റെ 19:9 വളരെ ദുഃഖകരമായൊരവസ്ഥയാണ്. യോബിന് പോലും അറിയാമായിരുന്നു. നമ്മൾ ഈ പുതിയ നിയമത്തിലുള്ളവർക്ക് ഇതിൻ്റെ എത്രയോ കൂടുതലായിട്ട് നമുക്ക് വെളിച്ചം, അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ ആഴവും കർത്താവിൻ്റെ പ്രവർത്തനം അറിയാവുന്ന നമുക്കിത് മനസ്സിലാകുന്നില്ല. യോബ് 19:9 വാക്യം, എൻ്റെ തേജസ് അവൻ എൻ്റെ മേൽ നിന്ന് ഊരിയെടുത്തു. അപ്പോൾ എൻ്റെ തലയിലെ കിരീടം നീക്കിക്കളഞ്ഞു. യോബ് 19:9 ഞാൻ വായിക്കുന്നത്. ആണോ? നമ്മുടെ തേജസ്, ആ വസ്ത്രം നമ്മളിൽ നിന്ന് മാറിപ്പോകുമ്പം എൻ്റെ തലയിലെ കിരീടം പോകും. കിരീടം പോകുമ്പോൾ അതോറിറ്റി പോയപ്പം പവറും പോയി. അങ്ങനെയല്ലേ ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത്? അതുകൊണ്ട് ദൈവത്തിന് വളരെ നിർബന്ധമുള്ള കാര്യമാണ് നമ്മൾ ആത്മാവിലേക്ക് വരണം. അത് ആത്മാവിലോട്ട് വരുമ്പോൾ പരിശുദ്ധാത്മാവ് വരാതൊക്കത്തില്ല. നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ട ആദ്യ ഘടകം ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, വചനം നിനക്ക് സമീപസ്ഥമാണ്, ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട്. അവൻ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ കയറി എന്ന് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറയുമ്പോൾ നീ രക്ഷിക്കപ്പെടുന്നു. അപ്പോഴാണ് പുതുസൃഷ്ടിയാകുന്നു. യേശുക്രിസ്തു വന്നു കഴിഞ്ഞാലുടനെ പിന്നെ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ വരുന്നു. കാരണം നമ്മൾ പുതുസൃഷ്ടിയായി.
ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പുതിയ മനുഷ്യൻ എന്നല്ല അവിടെ എഴുതിയത്, പുതിയൊരു ക്രീച്ചറായി മാറി, പുതിയൊരു സൃഷ്ടി, ദൈവത്വത്തിൻ്റെ ഒരു സൃഷ്ടിയായി മാറി. പിന്നെ നമ്മളെ നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവാണ്. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിലാണ് സന്തോഷി. ആ കൂട്ടായ്മയ്ക്കൊരു സന്തോഷമുണ്ട്, ആ കൂട്ടായ്മയ്ക്കൊരു വൈബ്രേഷനുണ്ട്, ആ കൂട്ടായ്മയ്ക്കൊരു ജീവനുണ്ട്. ആ കൂട്ടായ്മയിൽ അതിശയം നടക്കണം, ആ കൂട്ടായ്മയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണം, ബന്ധനങ്ങൾ അഴിയണം. കുടുംബത്തിലെ മക്കളുടെ കെട്ടിവെച്ചിരിക്കുന്ന കയറുകളെല്ലാം നമ്മളെങ്ങോട്ട് ഈ സാംസൺ എഴുന്നേൽക്കുമ്പം കയറ് മുറിഞ്ഞു പോകുന്ന പോലെ നമ്മൾ വചനം കൊണ്ട് വെട്ടിമാറ്റി കെട്ടഴിച്ചു വിടുവിൻ, കല്ലുരുട്ടി മാറ്റുവിൻ എന്ന് ദൈവം പറയുന്നു. ഇതൊക്കെ എന്തിനാ പഠിപ്പിക്കും? നമ്മൾ പറഞ്ഞാൽ നടക്കും. എൻ്റെ ഞാനീ പറയുന്ന വചനം കേട്ട് ഒത്തിരി പേർക്ക് തീക്ഷ്ണമായ ആത്മാവ് വരുന്നുണ്ട്. ദൈവം ഒരു കാലത്ത് നമ്മളെല്ലാവരും ഒന്നിച്ചു കൂട്ടാൻ ഒരു റിട്രീറ്റ് നടത്താൻ ദൈവം അനുവദിക്കട്ടെ. ഞാനങ്ങ് ആത്മാവിൽ പ്രൊഫസി ചെയ്യുകയാണ്. അത്രമാത്രം ആത്മാവിൻ്റെ സ്നേഹമാണ് നമ്മുടെ ഈ വചനത്തിൽ കൂടെ കർത്താവ് പകരുന്നത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ജഡരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ ഒക്കത്തില്ല, പിന്നെന്തിനാ ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നത്? അവിടുന്ന് ഒരു സാബത്ത് റെസ്റ്റ് തന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം അപ്പച്ചൻ്റെ കയ്യിലോട്ട് ഇറക്കി വെച്ചേച്ച് ഞങ്ങൾ നിന്നെ ഒന്ന് ആത്മാവിൽ സ്തുതിക്കണം. അതുമാത്രം ചെയ്താൽ മതി. ഭാരം കൂടുമ്പം കൂടുതൽ സ്തുതിക്കണം, നിന്നെ സന്തോഷിപ്പിക്കാൻ. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. നിൻ്റെ മുമ്പിൽ ദാവീദ് നൃത്തം ചെയ്തതുപോലെ നൃത്തം ചെയ്യാൻ എപ്പോഴാണ്? കർത്താവെ, ദൈവത്തിൻ്റെ ആലയം തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ദാവീദ് തൻ്റെ മേൽവസ്ത്രം മാറ്റിയിരുന്ന് റോഡിൽ ഡാൻസ് ചെയ്തെന്ന് പറയുന്നു. ദൈവത്തിനത് പ്രീതിയായി തുടങ്ങി, അങ്ങ് തോന്നി കാണിച്ചു. അങ്ങനെ അതുപോലെ ഞങ്ങൾ ആത്മാവിൽ ദൈവത്തിന് വേണ്ടി നൃത്തം ചെയ്യുന്നവർ, സന്തോഷിക്കുന്നവർ, ദൈവമെല്ലാം തീർത്തെടുത്തിരിക്കുന്നു എന്ന് പറയാൻ കഴിവുള്ളത് തന്നിട്ട് ഞങ്ങളുടെ തലമുറകളുടെ മേൽ ഞങ്ങളെ പരിപാലിച്ച ദൈവം ഞങ്ങളുടെ തലമുറകളിൽ നോക്കും. ദൈവം തലമുറകളുടെ ദൈവമാണ്. അയ്യോ, ഊരിപ്പോയ ഗ്ലോറി, ആ മഹത്വം യോബ് പറഞ്ഞതുപോലെ, അയ്യോ നിൻ്റെ മഹത്വം ഞങ്ങൾ ഉരിഞ്ഞു കളയല്ലേ അപ്പച്ച, നിൻ്റെ കിരീടം ഞങ്ങൾക്ക് തിരിച്ചു വെച്ച് തന്നെ അപ്പച്ച. ക്രിസ്തുവിലാകുമ്പോൾ കഴിഞ്ഞുപോയ എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടതെല്ലാം ഇൻ റിട്രോസ്പെക്റ്റ് തിരിച്ച് അതേപോലെ തിരിച്ചു തരുന്നതിന് സ്തോത്രം. അതിന് തോട്ടത്തിൽ ഞങ്ങൾക്കുള്ള പദവിയിലേക്ക് ഞങ്ങളെ കയറ്റുന്നതിന് നന്ദി പറയുന്നു. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിൻ്റെ മഹത്വത്തിനനുസരിച്ച്, തൻ്റെ കൃപയ്ക്ക് അനുസരിച്ച്, തൻ്റെ ഗ്ലോറിയസ് പ്രസൻസ് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ, ആമേൻ.